Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കുള്ള പട്ടുപാവാടയാണ് കേട്ടോ. നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. കിഡ്സിനുള്ള പട്ടുപാവാടയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സും അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും എല്ലാമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെഷർമെൻറ്റ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിൻ്റെ ഫുൾ ലെങ്താണ് നമ്മൾ ആദ്യം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതൊരു 13 ഇഞ്ച് നമുക്ക് എടുത്താൽ മതി. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഷോൾഡറിൻ്റെയും പിന്നെ താഴത്തെ പോർഷൻ മടക്കി അടിക്കാനുള്ള സീമും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് എന്ന് നോക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫിഗറൊക്കെ ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ ലെങ്ത് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഇതിൽ എഴുതുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 1 ഇയർ ഓൾഡ് ബേബിയുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു 1 ഇയർ ബേബിയുടെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് വരച്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ 2 വയസ്സോ 3 വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ അളവ് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും അളവ് ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്താലും മതി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെസ്റ്റാണ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു 23 എനിക്കിവിടെ ആവശ്യമുള്ളത്. ഒരു 1 ഇയർ ബേബിക്കൊക്കെ അത്ര എടുത്താൽ മതി. അപ്പോൾ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1 ഇഞ്ചാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കാര്യം മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6.75 ആണ് ചെസ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് പോകാം. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് എത്ര ആൻസർ കിട്ടിയത് 6.75. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പോർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് വെയ്സ്റ്റ് ആണ്. ചെസ്റ്റ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ നമുക്ക് വെയ്സ്റ്റും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ വെയ്സ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് 22 എടുത്താൽ മതി കേട്ടോ. 1 ഇയർ ബേബിക്ക് ഒരു 22 എടുക്കണം. കാരണം അവരുടെ വേസ്റ്റിൻ്റെ പോർഷനിൽ അത്യാവശ്യം ചെസ്റ്റിൻ്റെ ആ ഒരു വണ്ണം തന്നെയൊക്കെ ഉണ്ടാവും, കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മളതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സീമും കൂടെ ആഡ് ചെയ്തിട്ട് 6.5 ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ വയറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം വണ്ണം ഉണ്ടാവും. അവരുടെ ചെസ്റ്റിനനുസരിച്ച് തന്നെ വണ്ണം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ വേസ്റ്റും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെസ്റ്റ് കണ്ടുപിടിച്ചു, വേസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, താഴത്തെ ആ ഒരു സ്ക്വയർ പീസ് കൊടുത്തിട്ടില്ലേ, അതാണ് സ്കേർട്ടിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഫുൾ ലെങ്ത് ഞാനിപ്പോൾ എഴുതി കൊടുക്കുകയാണ്. ഒരു 15 ഇഞ്ചാണ് 1 ഇയർ ബേബിക്ക് ആവശ്യം വരിക. 15 ഇഞ്ച് സ്കേർട്ട് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എവിടെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് ഇവിടെ വരെ നിങ്ങൾ മെറ്റീരിയൽ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ അതിൻ്റെ ഇറക്കം നിങ്ങൾക്ക് എത്രയാണോ കുട്ടിക്ക് ഇറക്കം വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കുഞ്ഞു ആളുകൾക്കൊക്കെ നമ്മൾ ഒരുപാട് ഇറക്കം കൊടുക്കരുത് കേട്ടോ. അവർ നടക്കുമ്പോൾ തട്ടി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നടക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹിപ്പാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹിപ്പിന് ഒരു 21 എടുക്കേണ്ടത്. അതിനെ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു 5.25 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷനിലാണ്. അപ്പോൾ ഞാൻ അതിനൊരു സീം 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് എക്സ്ട്രാ ഇഞ്ചസ് വേണ്ടി വരും. അപ്പോൾ സീമിൻ്റെയും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 ആയിട്ട് തന്നെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം സീമിന് നമ്മളൊരു 1 ഇഞ്ച് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പ്ലീറ്റ്സ് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു 5 ഇഞ്ച് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. ഈ ഒരു പോർഷനിലാണ് പ്ലീറ്റ്സ് വരുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു വീതി വരുന്ന പോർഷനിലാണ് പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്തും പിന്നെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ ഹിപ്പിൻ്റെ പോർഷനും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലും കൂടെ കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട്. സ്ലീവിൻ്റെ പോർഷനിൽ സ്ലീവിൻ്റെ ലെങ്താണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ പഫ് സ്ലീവൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സെക്കൻഡ് വീഡിയോ എന്തോ പഫ് സ്ലീവിൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടിട്ടാണ് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ പഫ് സ്ലീവ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് നമ്മളിപ്പോൾ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതായത് ഇറക്കം നോർമലായിട്ടുള്ളൊരു സ്ലീവിൻ്റെ ഇറക്കമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 ഇഞ്ചാണ് കുഞ്ഞു ആവൾക്കൊക്കെ വേണ്ടി വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ സ്ലീവ് ഓപ്പൺ പോർഷൻ ഉണ്ടല്ലോ, കൈവണ്ണം, അതൊരു 3.5 ആയിരിക്കും നമുക്ക് ടോട്ടൽ വരിക കുഞ്ഞു ആവകളുടെ. അപ്പോൾ അതിനെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട്
കിട്ടുന്ന ആൻസറാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1.75 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനിലാണ് നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 1.75. പിന്നെ വേണമെങ്കിൽ ഒരു കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം സീമിന് വേണ്ടിയിട്ട്. അതൊരു 2 ആക്കിയോ 2 സംതിങ് ആക്കിയോ നിങ്ങൾക്ക് സീമിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഷോൾഡറാണ്. നമ്മൾ ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഓർഡർ ഫുള്ള് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. നമ്മൾ ഓരോന്ന് എടുത്തങ്ങ് മാർക്ക് ചെയ്തപ്പോൾ സാധാരണ ഞാൻ ടോപ്പ് പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബോട്ടം പോർഷനിലോട്ടൊക്കെ വരാറുള്ളത്. അതെൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റർബൻസ് വന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ എടുക്കുക, അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ 4.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കിയിട്ട് ആ ഒരു സൈസിൻ്റെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ആം ഹോളാണ്. ആം ഹോള് നമുക്ക് എത്രയാണ് വേണ്ടി വരിക? ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒരു 7 ടോട്ടൽ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ 3.5 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുതൽ ഇവിടെ വരെ അതാണ് 3.5 നമുക്ക് വരുന്നത്. ആം ഹോള് 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പട്ടുപാവാടയുടെ മെഷർമെൻറ്റ്സ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ പോർഷനാണ്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കുമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. കുറച്ച് കയറി നിൽക്കുന്നത് ബാക്ക് നെക്കും ഇറങ്ങിയിട്ടുള്ളത് ഫ്രണ്ട് നെക്കുമാണ്. അപ്പോൾ ഇറക്കം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ചാണ് വേണ്ടി വരുന്നത്. അതിൻ്റെ ആ ഒരു ഓപ്പൺ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടെ വരെ. അപ്പോൾ അത് 2 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇറക്കം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടിയുടെ അളവ് നോക്കിയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അവരുടെ ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സൈസ് ചാർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിലിനി പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ തന്നെ വരച്ചെടുത്തിട്ട് വെട്ടിയാൽ മതി. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടാണ്. നമുക്ക് പയ്യെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനിലെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ 4+ സീമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു വാല്യൂ തന്നെ എടുത്താൽ മതി. ഇനി ഇങ്ങനെ നോക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ടോപ്പ് വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആം റൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ടേപ്പ് വെച്ചിട്ട് ആ റൗണ്ട് എത്രയാണോ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കുട്ടികളുടെ ആയതുകൊണ്ട് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ടാറ്റാ.